സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ജയിലർ ടൂവിലെ അല്ലബൊലല എന്ന സോങ് അനിരുദ്ധ് റിലീസ് ചെയ്തിട്ടുണ്ട്. സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡക്ഷൻ, നെൽസൺ ഡയറക്ടോറിയൽ. കാണാം വാ. ഉം, ഉം. അനിരുദ്ധ് തെണ്ട ഷംനാകാസ് ജാനിയാണ് കൊറിയോഗ്രാഫി, ഡാൻസ്. ഏ മലയാളി രജനി. ലിറിക്സ് മനസ്സിലാക്കണ്ട, വൈബ് അല്ലേ അല്ലേ അല്ലേ. ഏയ് ഉം, ഏയ് അല്ലേ. ഓ അതില് വേറെ ഏത് രംഗത്തിലുണ്ടാ മ്യൂസിക്കിലൊക്കെ ഇടുന്നത്. സംഭവം മുന്നേ സംസാരിച്ചത് തന്നെയാണ്, ഒരു മലയാളം ഇടയിൽ കൊണ്ടുവരിക എന്നുള്ളത്. ചെണ്ട തുടക്കത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ ഫീമെയിൽ വോക്കലിൽ വരുമ്പോ തന്നെ ഒരു മലയാള ലിറിക്സ് ഒക്കെ ഇടയിൽ വരുന്നുണ്ട്. പിന്നെ ഈ അല്ല പോലെയല്ലോ വരുന്നത് മലയാളമാണോ തമിഴാണോ തെലുങ്കാണോ ഹിന്ദിയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ടൈപ്പായിട്ട് ഓരോ ഭാഷയിലുള്ള ലിറിക്സ് ആയിട്ട് വരുന്നുണ്ട്. ബട്ട് വൈബായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ട്രെൻഡിങ് ആവും. ഇപ്പോഴേ ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. അല്ല പോലെ അല്ലല്ല. ആൻഡ് മലയാളിയുണ്ട് ഈ പടത്തിൽ, ഒരുപാട് മലയാളികളുണ്ട്. സുരാജ് ഉണ്ട്, ഷൈൻ ടോം ചാക്കോ ഈ സിനിമയിലുണ്ട്, ആ പുള്ളിക്കാരനുണ്ട്. ആൻഡ് ഇനിയും കുറെ മലയാളികൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. കുറെ ക്യാമിയോസ് സ്പെഷ്യലായിട്ട് ഈ സിനിമയിൽ വരുന്നുണ്ട്. വൺ എക്സ്പെക്ടേഷൻ വരുന്നതാണ്. ഫസ്റ്റ് സിംഗിൾ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആസ് എക്സ്പെക്ടഡ് അനിരുദ്ധ് തന്നെയാണ് ഫസ്റ്റ് പാട്ട് പാടിയിരിക്കുന്നത്. ഇതൊരു ഡാൻസ് ആണ്, തെറ്റി എന്ന് പറഞ്ഞ് തൂക്കിയത്. ഇതിന് സ്റ്റെപ്പ് പോരാ കേട്ടാ. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പോലെ ജയിലർ ടു നെൽസൺ. ഫുൾ ചെണ്ടയിട്ട് അടിച്ചിട്ടുണ്ട്. സംഭവം കാവാല ടൈപ്പാണ് പിടിച്ചിരിക്കുന്നത് കേട്ടാ. ഡാൻസേഴ്സാടാ. അനുരാഗാണ് മ്യൂസിക് ലിറിക്സ്. മുത്തു സ്റ്റെപ്പ് മോഹൻ ഇടയിൽ മോനെയൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഇതിലാണ് സ്റ്റെപ്പ് ഒരെണ്ണം തൂക്കിയത് പുള്ളിക്കാരില്ല. ഇപ്പൊ മാറ്റിയിട്ടുണ്ട് കേട്ടാ. അത് ഫീമെയിൽ വോക്കലാണ് കേട്ടാ കൂടുതൽ. വേറൊരു ടൈപ്പായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്നാൽ രജനിക്ക് എന്റെ കൊടുക്കായിരുന്നു. ഇതോ വരേണ്ടി. സത്യം പറഞ്ഞാല് കാവാല പാട്ട് നമുക്ക് അതിന്റെ ഒരു പോഷൻ നമുക്ക് മനസ്സിലാവും. അതൊരു കോമഡി ടൈപ്പില് ആ ഒരു സമയത്ത് വരുന്ന പ്ലേസിലുള്ള ഒരു പാട്ടാണ്. ആ പാട്ടിൽ വരുമ്പോഴും രജനി അങ്ങനെ വലിയ ഇതിലൊന്നും കാണിക്കുന്നില്ല. ക്ലൈമാക്സിൽ വരുമ്പോൾ രജനി ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് തമന്നേന്റെ കൂടെ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. ഒരു കോമഡി ആ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോ അപ്പൊ ഒരു ഷൂട്ടിംഗ് ഉള്ള സമയത്ത് എന്തോ ഒരു പോലെ സിനിമയ്ക്കുള്ളിലെ ഷൂട്ടിംഗ് പോലെയാണ് ആ പാട്ട് കാവാല വരുന്നുണ്ട്. ബട്ട് ഇതും അതുപോലെ തന്നെയാണ്. ഇതൊരു ഒരു കള്ളു കുടിക്കുന്ന പാർട്ടി, ആ ഒരു എൻജോയബിൾ പാട്ടാണ്. അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ ഈ കാവാലയിലെ ആ സുനിൽ അതേ കോമഡി പോലെയാണ് ഈ നമ്മളെ മലയാളിയായ പുള്ളിക്കാരന്റെ പേരെനിക്ക് കിട്ടിയ മലയാളിയായ പുള്ളിക്കാരൻ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ആ സെയിം പോലെ ആയിരിക്കും പടത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എന്റെ ഒപ്പീനിയന്. ബാക്കി നമുക്ക് കേട്ടോ. ലാസ്റ്റിന് രജനിയുടെ ഡാൻസ് വല്ലതും ഉണ്ടോ എന്ന്. അല്ലേ ഇത് വൈബാ.
എന്ത് സ്റ്റെപ്പടാ. അയ്യോ, ഈ ഫീമെയിൽ വോക്കലും സൂപ്പറാണ്, കൊള്ളാം. അയ്യോ, ബീറ്റ് കൊള്ളാം. ചെന്നൈയാണ് കൂടുതൽ. സ്റ്റെപ്പ് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. ഏയ് ഇത് എന്താ പോകുന്നല്ലോ. എന്താ പോലല്ലോ. ജയിലർ 2 ഒക്ടോബർ 15 2026 ജയിലർ 2 റിലീസ് ആവുന്നത്. ഇതില് നമ്മളെ കംപ്ലീറ്റ് ആക്ടറായ ലാലേട്ടനും ഉണ്ട്, ആൻഡ് കന്നഡ സൂപ്പർ സ്റ്റാറായ ശിവരാജ് അണ്ണനും ഉണ്ട്. പിന്നെ ഇതിൽ ഹൃതിക് റോഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നു. അത് സിനിമ വരുമ്പോഴേ മനസ്സിലാവും, കാരണം പാൻ ഇന്ത്യ പിടിക്കാനുള്ള പരിപാടിയാണ്. അലബുലലോ സോങ് നന്നായിട്ട് തന്നെ ഉണ്ട്, വൈബായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ലിറിക്സ് പേഴ്സണലി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തായിരുന്നു എന്നുള്ള ഒരു തോട്ട് എനിക്കുണ്ട്. ബീറ്റൊക്കെ ഓക്കെയാണ്, നന്നായിട്ട് തന്നെ ഉണ്ട്. അതിന്റെ ഡാൻസ് പരിപാടികളും നല്ലൊരു ബെറ്റർ സ്റ്റെപ്പൊക്കെ. സത്യം പറയാം, ഈ ജാനിയൊക്കെ മാറ്റി നിർത്തേണ്ട സമയമായി. ഈ ബീസ്റ്റില്, തളപതി വിജയുടെ ബീസ്റ്റിലൊക്കെ ഈ ഹലമത്തി ഹബീബുവിലെ ആ ഒരു സ്പെഷ്യൽ ഹുക്ക് സ്റ്റെപ്പ് അല്ലാതെ ബാക്കി എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ അറിയാം എന്തൊക്കെ സ്റ്റെപ്പാണ് അവ ഇട്ടുകൊടുത്തത്. അതുപോലെ തന്നെ ഈ പാട്ടിൽ സ്റ്റെപ്പുകൾ ഷംന കാസിം ഒരു സ്ക്രീൻ പ്രസൻസ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുണ്ട് ഡാൻസ്, ബട്ട് സ്റ്റെപ്പ് ഒന്നും പോരാ പേഴ്സണലി. ഞാൻ അനിരുദ്ധിന്റെ വോയിസ് ആസ് യൂഷ്വൽ നന്നായിട്ട് തന്നെ ഉണ്ട്. ആ അല്ല പോലെ അത് വരുമ്പോ നല്ലൊരു വൈബായിട്ട് തന്നെ വരുന്നു, ട്രിപ്പി മൂഡായിട്ട് തന്നെ വരുന്നു. ഇത് പേഴ്സണലി എനിക്ക് കാവാലയുടെ സെയിം സെറ്റിംഗ് ആണ്. അതായത് സെയിം സെറ്റിംഗ് എന്ന് വെച്ചാൽ ആ ഒരു സിനിമയിൽ സെയിം സെറ്റിംഗ് മോഡ് സെറ്റ് ചെയ്യുകയാണ്. കാവാല സിനിമ നമ്മൾ ജയിലറിൽ വരുമ്പോൾ സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ നടക്കുന്നു, അതിൽ സുനിൽ ഷെട്ടി വരുന്നു. സുനിൽ ആ ഒരു തെലുങ്ക് നടൻ, പുള്ളിക്കാരന് കോമഡി ആയിട്ട് വരുന്നു, അതിലൊരു പാട്ട് വരുന്നു. അപ്പോൾ ഈ കാവാല പാട്ട് ഇങ്ങനെ അപ്പോഴും അതും അരുൺ രാജ കാമരാജാണ് ലിറിസിസ്റ്റ് ആ പാട്ടിലെയും. അത് നല്ല വൈറലും ആയിരുന്നു, വൻ ഹിറ്റും ആയിരുന്നു പാട്ട്. അത് പടത്തിന് നല്ല ഗുണവും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലെ ബട്ട് ഡാൻസും കാര്യങ്ങളെല്ലാം നല്ല സൂപ്പർ ഒരു ഹുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇതിൽ അങ്ങനെ ഹുക്ക് സ്റ്റെപ്പായിട്ട് പറയാനൊന്നുമില്ല. ബട്ട് ട്രെൻഡിങ് ആവും, റീൽസിലൊക്കെ ചുമ്മാ ഓടും. നാളെ തൊട്ട് വിമൻ ഇൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ വെള്ള സാരി കൊടുത്തുള്ള ഡാൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, അതിന് സംശയമൊന്നുമില്ല. ആൻഡ് എന്നാൽ ലിറിക്സ് ഒക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ലിറിക്സ് ഇതിൽ ഇല്ല, ഒരു ട്രിപ്പി മൂഡില് അതുപോലെ സെയിം ഇതാണ് കണ്ട. അതിൽ സുനിലുള്ള പോലെ ഇതില് നമ്മളെ മലയാളി പുള്ളി ആൻഡ് മാധവ അങ്ങനെ എന്താണ് പേരെന്ന് തോന്നുന്നു, പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. ആൻഡ് അതിൽ തമന്ന ഉള്ള പോലെ ഇതില് ഷംന കാസിം വരുന്നുണ്ട്. പിന്നെ അതിലും രജനി ഇങ്ങനെ വന്ന് നോക്കിയും പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. ഇതിലും രജനി അതുപോലെ തന്നെയാണ് നോക്കിയും പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും ഒരു ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യലിൽ ഉള്ള ഒരു സിനിമ, ഏറ്റവും വലിയൊരു ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയാണ്. ഫസ്റ്റ് സിംഗിളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആക്കി ഒരു നല്ല രീതിക്ക് രജനിക്ക് ഒരു 2-3 സ്റ്റെപ്പ് കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓരോ സീനെ കാണിക്കുന്നതൊക്കെ കൊടുക്കായിരുന്നു. ബട്ട് ഇത് രജനി അപ്പാടെ മാറി നിന്ന് രജനിയെ ഒന്നും കാണിക്കാത്തല്ലോ. ഇത് ഫുൾ ഷംന കാസിമിന്റെ പാട്ടായിട്ടാണ് വരുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു സിനിമയിൽ പ്ലോട്ട് വരുമ്പോൾ അങ്ങനെയാണ് മാറുന്നത്. കാരണം ഒരു രജനിയായിട്ട് വരുമ്പോൾ ഒരു നല്ല രജനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീനുകളോ റോളുകളോ ഒരു സ്വാഗുകളോ ഒരു ഓറകളോ ഒരു സ്ക്രീൻ പ്രസൻസോ പോലും സത്യം പറഞ്ഞാൽ ഇല്ല. ഈ പാട്ടിൽ 4 മിനിറ്റ് പാട്ടുണ്ടെങ്കിൽ 3-4 പ്രാവശ്യമാണ് രജനിയെ കാണിക്കുന്നത്. ഒരു 7-8 സെക്കൻഡ് എന്ന് വെച്ചോ, കാരണം കുറച്ചുകൂടെ കാണിക്കാറ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ രജനി എന്തെങ്കിലും ചെയ്യുന്നെങ്കിലും കാണിക്കായിരുന്നു. ബട്ട് പിന്നെ അനിരുദ്ധയും പറഞ്ഞിട്ട് കാര്യമില്ല. രജനി ഒരു ഡാൻസും പരിപാടി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അനിരുദ്ധ് വീണ്ടും കുറച്ച് ഫാസ്റ്റ് ബീറ്റിലും കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു. ബട്ട് പേഴ്സണലി ഇതില് 2024 വേട്ടയെല്ലാം മനസ്സിലായോ കിടിലം പാട്ടാണ്. അത് നല്ല ഇതിലായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് കാവാലയും കിടിലായിട്ട് വന്നു. ഇത് പേഴ്സണലി എനിക്ക് കൂലിയിലെ ചിക്കിട്ട് വൈബ്, അതായത് ചിക്കിട്ട് ഇതുപോലെ തന്നെയാണ്. ആ ഒരു ചിക്കിട്ട് വരുമ്പോഴാണ് കുറച്ചുകൂടെ ഹൈ ആവുന്നത്. ബാക്കി ആ ഒരു ലിറിക്സ് ഒക്കെ വരുമ്പോൾ തഴഞ്ഞ് ഒഴഞ്ഞ് പിഴഞ്ഞാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ പാട്ടും. ലിറിക്സ് ഒക്കെ പിന്നെയും കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. ബട്ട് വൈബായിട്ടുണ്ട്. ലിറിക്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് കേട്ടിട്ട് നല്ല ആ ഒരു വൈബായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ടോട്ടലി പാട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാലും കുറച്ചുകൂടെ മെച്ചപ്പെടുത്തായിരുന്നു. ചിലപ്പോൾ കേട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഞാൻ ഈ
മനസ്സിലായോ ആൻഡ് കാവാല, ഈ രണ്ടിലും വെച്ച് നോക്കുവാണെങ്കിൽ ആ രണ്ടും തന്നെയാണ് ബെറ്റർ. ഇതിപ്പം ചിക്കിട്ടിന്റെ കൂടെ ഒരു കമ്പാരിസൺ വെക്കാനേ ഉള്ളൂ. വൻ പാട്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, ബട്ട് കേട്ട് വരുമ്പോൾ ചിലപ്പോൾ നല്ലൊരു പാട്ടായിട്ട് വരും. ടോട്ടലി കേക്കബിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്, നല്ല പാട്ട് തന്നെയാണ്. ബട്ട് എന്നാലും പ്രതീക്ഷയ്ക്ക് തീർന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആയില്ല. ബട്ട് ആ ഒരു 2-3 ഹുക്ക് വരുന്നതും ആ ഒരു വെറൈറ്റി ആയിട്ട് അതിനൊരു ആ ഫീമെയിൽ വോക്കൽ കയറ്റിയതൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ബട്ട് സിനിമ വരുമ്പോൾ നോക്കാം, അതിന്റെ പ്ലേസ്മെന്റ് അനുസരിച്ചിരിക്കും. നോക്കാം എങ്ങനെയായിരിക്കും ജയിലർ ഇനി പടത്തിൽ വരിക എന്നുള്ളത്.